प्यारे बच्चों, साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തയ്യാറല്ലേ? അച്ഛാ ബച്ചോ ദേഖിയേ, യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലേ? നോക്കാം ഒരു എക്സാമ്പിൾ ആയിട്ട്. സേബ്, എന്താണ്, ആപ്പിൾ അല്ലേ? അതേപോലെ ഒരുപാടുണ്ട്. ബേഗൺ ഉണ്ട്, ഖാജർ, संतरा और हरी मिर्च, केला, टमाटर, अंगूर, आलू, അനാർ, കരേല, അമ്രൂദ് അല്ലേ? യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഉണ്ട്, പച്ചക്കറികളുണ്ട് അല്ലേ? ഇതൊക്കെ എൻ്റെ മക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നില്ലേ? യെസ്, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ അച്ഛനും അതേപോലെ ഉപ്പയൊക്കെ കൊണ്ടുവരാറില്ലേ? യെസ്, അപ്പൊ ഇതേപോലെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു അല്ലേ? ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇതേപോലെ ചിത്രങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തരംതിരിക്കുക എന്നുള്ളത് അല്ലേ? അപ്പൊ ഇതിൽ ഉദാഹരണമായിട്ട് ബേഗൺ എന്നുള്ളത് ഒരു വെജിറ്റബിൾ ആണ് അല്ലെ, ഒരു പച്ചക്കറിയാണ് അല്ലെ? അപ്പൊ അതേപോലെ സേബ് എന്നുള്ളത് എന്താണ്, ആപ്പിൾ ആണ്. ആപ്പിൾ എന്നുള്ളത് ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ സ്വാഭാവികമായും വെജിറ്റബിൾസ് എന്നുള്ള ഒരു കോളവും ഫ്രൂട്ട് എന്നുള്ള ഒരു കോളവും രണ്ട് തരത്തിൽ തരം തിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്റെ മക്കൾക്ക് ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചിത്രങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നു. റെഡി അല്ലേ? അതുവരെ റെഡി ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിൽ രണ്ട് കള്ളികൾ തയ്യാറാക്കണം അല്ലേ? അതിലൊന്ന് നമ്മൾ എന്ത് കൊടുത്തു, സബ്സി, അതേപോലെ ഫൽ അല്ലേ? ഒന്നാമത്തെ കോളം വെജിറ്റബിൾസ്, അതേപോലെ രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് കൊടുത്തു, ഫ്രൂട്ട് എന്നുള്ള രീതിയിൽ രണ്ട് കോളത്തിൽ നല്ല മനോഹരമായിട്ട് സ്കെയിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വരക്കുന്നു. നമ്മുടെ പരീക്ഷയിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയിലായിരിക്കണം നമ്മുടെ ആൻസർ ഷീറ്റ്. റെഡി അല്ലേ? ഇനി നമുക്ക് സബ്ജി എന്നുള്ളതിൽ നമുക്ക് എന്തെല്ലാം എഴുതാൻ കഴിയും എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആദ്യത്തെ ചിത്രം എന്താണ് മക്കളെ? യെസ്, ബേഗണിലാ വരിക. യെസ്, സബ്ജിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതി കൊടുക്കുന്നു. എൻ്റെ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കൂ അല്ലേ? ബേഗൺ എന്നുള്ളത് നമ്മളിവിടെ വളരെ മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. റെഡിയാണോ മക്കളെ? യെസ്, നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇനി നമ്മൾ അടുത്ത ചിത്രം നോക്കുന്നു. അടുത്ത ചിത്രം എന്താണ്? യെസ്, സേബ് എന്താണ്, ഫല്ലാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത കോളത്തിൽ എഴുതുന്നു. റെഡി. ഇനി നമുക്ക് വരുന്ന ചിത്രം ഏതാണ്? യെസ്, ഖാജർ എന്താണ്, ഒരു സബ്സിയാണ് അല്ലേ, ഒരു വെജിറ്റബിൾ ആണ് അല്ലേ? ഖാജർ എന്ത് ചെയ്തു, നമ്മൾ എഴുതി. വീണ്ടും നമുക്ക് വരുന്നത് എന്താ, സന്തര അല്ലേ? സന്തര എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഓറഞ്ച്. അതെന്താണ്, ഒരു ഫല്ലാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ കോളത്തിൽ നമ്മൾ എഴുതുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചിത്രം എന്താണ് വരുന്നത് മക്കളെ? ഹരി മിർച്ച് അല്ലേ? മുളക് നമ്മൾ ഏത് കോളത്തിൽ എഴുതും? യെസ്, നമ്മുടെ സബ്സി എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. റെഡിയാണോ മക്കളെ? നോക്കൂ, ഹരി മിർച്ച് അല്ലേ? നമ്മുടെ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതി. ഇനി വരുന്നത് ഏതാണ്, അടുത്ത ചിത്രം ഏതാ വരുന്നത്? യെസ്, കേല അല്ലേ? കേല പറഞ്ഞാല് പഴം. അത് നമ്മൾ ഏത് കോളത്തിൽ എഴുതും? ഫ്രൂട്ടിന്റെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതുന്നു അല്ലെ? കേല എന്നുള്ളത് നമ്മൾ ഏത് കോളത്തിൽ എഴുതുന്നു? ഫ്രൂട്ടിന്റെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇനി വരുന്ന ചിത്രം ഏതാണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്? ഏതാ? യെസ്, ടമാറ്റർ അല്ലേ? ടമാറ്ററിലെ ഇത് നമ്മള് സബ്സി അല്ലേ, പച്ചക്കറികളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടമാറ്റർ എന്ന് എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് വരുന്നത് ഏതാ? അങ്കൂർ അല്ലേ? അങ്കൂർ എന്താണ്? യെസ്, ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ എഴുതുന്നു, നമ്മുടെ ഫ്രൂട്ടിന്റെ കോളത്തിൽ ഫൽ എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഇനി നമുക്ക് വരുന്നത് ഏതാ? അടുത്തതായിട്ട് ചിത്രം വരുന്നത് അങ്കൂർ കഴിഞ്ഞാൽ ആലു അല്ലെ? ഉരുളങ്കിഴങ്ങ് അല്ലെ? അത് നമ്മൾ ഏത് കോളത്തിൽ എഴുതുന്നു? യെസ്, ഈ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു അല്ലെ? വെജിറ്റബിൾസിന്റെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഏതാ? യെസ്, അനാർ അല്ലെ? അനാർ എന്താണ്? ഫല്ലാണ് അല്ലെ? അനാർ അല്ലെ? അനാർ നമ്മൾ എഴുതി, ഈ കോളത്തിൽ എഴുതി. ക്ലിയർ ആണോ? ഇനി നമുക്ക് വരുന്ന ചിത്രം ഏതാന്ന് നോക്കാം. യെസ്, കരേല അല്ലെ? കയ്പ. അത് നമ്മൾ എഴുതും, സബ്സിയുടെ കോളത്തിൽ എഴുതുന്നു. സബ്സിയുടെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കരേല എഴുതുന്നു. ഓക്കെ ആണോ? യെസ്, കരയിൽ നമ്മൾ എന്ത് ചെയ്തു, എഴുതി.
ഇനി വരുന്നത് ഏതാ മക്കളെ? നമുക്ക് വരുന്നത് അവസാനമായിട്ട് വരുന്ന ചിത്രം ഏതാണ്? യെസ്, അമ്രൂദ് ഏതാണ്? പേരക്ക. അത് നമ്മൾ ഇതിൽ എഴുതും ഫൽ എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഫ്രൂട്ട്സോ വെജിറ്റബിൾസോമായി ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ലേ? അതേപോലെ ഏതെങ്കിലും ഫ്രൂട്ട്സ് തന്നിട്ട് അതിന് നിറം നൽകിയതിന് ശേഷം അതിന്റെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാലും എന്റെ മക്കൾ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുമല്ലോ. റെഡി അല്ലേ മക്കളെ? യെസ്, എല്ലാ മക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് മാഷ് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.